നമസ്കാരം. സിഒ ടി വിയിൽ ഡോക്ടറോട് ചോദിക്കാവുന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ആത്മീയ ഞരമ്പ് രോഗങ്ങൾക്ക് മറുപടി നൽകുവാൻ പ്രശസ്ത ഡോക്ടർ ഗിലയാദ് സർവകലാശാലയിൽ നിന്നും BD, BTech, MBBS, IAS, BTech മുതലായവ എടുത്ത ഞരമ്പിന്റെ ഡോക്ടർ തോമസിന് സ്വാഗതം ഡോക്ടർ. ഡോക്ടർ ഇങ്ങനെ ഒരു അവസരം തന്ന സിഒ TV ചാനലോട് നന്ദി അറിയിക്കുന്ന നിമിഷം. ഡോക്ടർ, എന്താണ് ഡോക്ടറിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാമോ? എൻ്റെ എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കഥയാണ്. ഏകദേശം 15 വർഷക്കാലം ഞാൻ ഈ ഫീൽഡിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ അയർലൻഡ്, അമേരിക്ക, കൊട്ടാരക്കര തുടങ്ങിയ സ്ഥലങ്ങളിൽ 5 വർഷം വെച്ച് ചെയ്തിട്ട് ഏകദേശം 15 വർഷത്തോളം ഞാനിങ്ങനെ രോഗങ്ങൾ ചികിത്സിച്ച് എനിക്ക് പരിചയമുണ്ട്. ഓക്കെ ഡോക്ടർ. ഡോക്ടറിന്റെ എക്സ്പീരിയൻസ് വെച്ച് പൊതുവെ കാണുന്ന എന്തൊക്കെ ഞരമ്പ് രോഗങ്ങളാണ്? അങ്ങനെ പൊതുവെ പറയാനാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് കാണുന്ന ഒരു രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രയറാംബുലസ് എന്ന് പറഞ്ഞൊരു രോഗമാണ് സാധാരണ നമ്മുടെ ഇടയിൽ കണ്ടുവരുന്ന അസുഖം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാർഗീയമായ എത്ര വലിയ പ്രാർത്ഥന നടന്നാലും ഇവരോ 40 വയസ്സിന് മേളിലോട്ടുള്ള ആളുകളിലാണ് പൊതുവെ ഇത് കണ്ടുവരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 വയസ്സിന് താഴെയുള്ള പിള്ളേരിലാണ് ഇത് കണ്ടുവരുന്നത്. ഇവര് എന്നാൽ പ്രാർത്ഥിക്കുവാണെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുവാണ്, നടക്കുവാണ്, എല്ലാം ചെയ്യും, വെള്ളം കുടിക്കാൻ പോകും, ഒന്നിനും പോകും. പക്ഷെ ഇവരെന്താ ഇവിടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഡോക്ടറിനെ നമുക്കിവിടെ ഈ വേദിയിൽ കിട്ടിയത് ഞങ്ങളുടെ വളരെ ഭാഗ്യമാണ്. നമുക്കിന്ന് കുറേ കോളുകൾസ് ഉണ്ട്. എന്നാൽ തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ എല്ലാം അറ്റൻഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്. എന്നാലും ഫസ്റ്റ് കോളിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം ഡോക്ടർ. ഓക്കെ അല്ലേ? ഓക്കെ. ഹലോ, ഡോക്ടറോട് ചോദിക്കാവുന്ന പ്രോഗ്രാമിലേക്ക് ആരാണ് ഇവിടെ സംസാരിക്കുന്നത്? കേൾക്കുന്നില്ല, കുറച്ചും കൂടെ. ഇപ്പൊ കേൾക്കാം. അതെ, ഈ ഡോക്ടറോട് ചോദിക്കാവുന്ന പ്രോഗ്രാമാണ്. ഈ സൗണ്ട് ഞാൻ ഭയങ്കര ഫെമിലിയർ ആണല്ലോ. നിങ്ങൾ സ്ഥിരം വിളിക്കുന്ന ഒരു ആണോ ഇത്? ഓക്കെ. മേരി എവിടെ നിന്ന് വരുന്നു? ഓക്കെ മേരി, മേരിക്ക് പറയാം എന്താണ് ഡോക്ടറോട് സംസാരിക്കാനുള്ളത്. പറയൂ, എന്താണ് മേരിയുടെ പ്രശ്നം? ഹലോ, അതെ പറഞ്ഞോളൂ. ആരാ വിളിക്കുന്നത്? നല്ല പേര്. പറഞ്ഞോ മേരി, എന്താ മേരിയുടെ പ്രശ്നം? അയ്യോ, എന്തു പ്രശ്നം? ഹസ്ബൻഡിന് എന്താ പറ്റി? ഓ, എന്നിട്ട് അവൻ ക്രിക്കറ്റിൽ എങ്ങനെയുണ്ട്? ക്രിക്കറ്റിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ പറയാനാ. എപ്പോഴും ഇപ്പം ഉച്ചയ്ക്ക് ക്രിക്കറ്റ് എങ്കിൽ രാവിലെ തൊപ്പിയും വെച്ച് ക്രിക്കറ്റ് യൂണിഫോം ഇട്ട് ബാറ്റും പിടിച്ചിരിക്കും. ഒരു പണിയും ചെയ്യത്തുമില്ല വീട്ടില്. പ്രാർത്ഥിക്കാൻ കൂടത്തില്ല. ചില ഞായറാഴ്ചകളിൽ ചർച്ചിൽ പോലും പോകാറില്ല. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. എന്നാലും വേറെ എന്തൊക്കെ ലക്ഷണങ്ങളാണുള്ളത്? വേറെ ലക്ഷണങ്ങൾ എന്താന്ന് വെച്ചാൽ കൂടുതൽ സമ്മറിലാ ഈ ഒരു അസുഖം ഇച്ചിരി കൂടുതലായി. ഓക്കെ, മനസ്സിലായി. ഇത് പറഞ്ഞു ബാക്കി കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ ലോക്കൽ സഭാ ശുശ്രൂഷകൾ ഉപദേശിച്ചു നോക്കി. ഈവൻ 2-3 വയസ്സുള്ള സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ വരെ ഉപദേശിച്ചു. ഒരു രക്ഷയില്ല. പിന്നെ ലാസ്റ്റ് ഇയർ എല്ലാവരും കൂടെ നിർബന്ധിച്ച് ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയായിരുന്നു. പക്ഷെ ഇപ്പൊ കൗൺസിലിംഗ് കൊടുത്ത ഡോക്ടർ ഇപ്പൊ അവരോട് ക്രിക്കറ്റ് കളിക്കാൻ പോവാ. അത് നമുക്ക് സോർട്ട് ചെയ്യാവുന്ന പ്രശ്നങ്ങളാണ്. ഇത്രയുള്ള പുള്ളിയുടെ ഇത് വലിയ വിഷയമുള്ള കാര്യങ്ങളല്ല കേട്ടോ. ഇതിന് പറഞ്ഞു കഴിഞ്ഞോ? പിന്നെന്ന് വെച്ചാ പക്ഷേ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് വല്ല പ്രയോജനം ഉണ്ടെങ്കിൽ വേണ്ടിയില്ല. ഏറുകൊള്ളുന്ന മാത്രം ഉണ്ട് മിച്ചം. ശരീരത്തിന് മൊത്തം ടാച്ച് കൊടുക്കുക. ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിഷമിക്കണം കേട്ടോ. ഇതിനുള്ള ഈ അസുഖത്തിന്റെ പേര് ബെദറോമാനിയ എന്നാണ് പൊതുവെ എന്ന് പറയുന്നത്. ക്രിക്കറ്റൈറ്റിസ് എന്ന് പറയും. ഒന്നുകിൽ മാനം വേണം, അല്ലെങ്കിൽ ലാഭം വേണം. ഇത് എനിക്ക് തോന്നുന്നു ചിലപ്പം പൗലോസ് അല്പം കായികാഭ്യാസം നല്ലത് എന്ന് വെച്ച് പറഞ്ഞതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പുള്ളി കളിക്കാൻ പോകുന്നത്. അതൊരു അല്ലേ? ഓക്കെ. എന്നാൽ ഇതിന് മെഡിസിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഗിലയാദ് മെഡിക്കൽ സ്റ്റോറിൽ സാമാന്യ മര്യാദയുടെ ഒരു സിറപ്പ് കിട്ടും. അതൊരു 3 നേരം വെച്ച് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ശരിയാവും. ഇത് എന്നിട്ടും ശരിയായില്ലെന്നുണ്ടെങ്കിൽ ഒരു 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് നമുക്കത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. താങ്ക് യു മേരി, താങ്ക് യു.
താങ്ക് യു മേരി. എനിക്ക് തോന്നുന്നു സിഡ്നി മേരിയുടെ പ്രശ്നം ഉടനെ തന്നെ തീർച്ചയായിട്ടും ഇതിലും വലിയ എത്ര കേസുകൾ നമ്മൾ ഡീൽ ചെയ്തിരിക്കുന്നത്. അതെ അതെ. ഡോക്ടർ, എനിക്ക് ഡൗട്ട്, നമ്മൾ ഈ സിക്ക് ലീവ് എടുത്ത് കറങ്ങാൻ പോകുന്നത് ശരിയായിട്ടുള്ളൊരു രീതിയാണ്? ഈ അടുത്തിടെയായിട്ട് ഈ പെന്തക്കോസ്ത് ചർച്ചകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം, ഈ സിക്ക് വിളിച്ച് കറങ്ങാൻ പോകുന്ന ഒരു, അതെന്താന്ന് വെച്ചാൽ ഈ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് ആശുപത്രിയിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നവരാണ് കൂടുതൽ ഇങ്ങനെ ചെയ്യുന്നത്. കാരണം അവർക്ക് പൈസ കിട്ടും, ജോലിക്ക് പോയാലും പോയില്ലേലും. പ്രൈവറ്റ് സെക്ടറിൽ ആ ഒരു പ്രശ്നമില്ല. പക്ഷേ ഇതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ ലോക്കൽ സഭ ശുശ്രൂഷകൻ ഒരു ഫാസ്റ്റിംഗ് എന്തെങ്കിലും ജോലി പോകാൻ പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു ഇത് മാത്രം ഇപ്പൊ തൽക്കാലം. ഓക്കെ ഓക്കെ ഡോക്ടർ, തന്ന അറിവിന് നന്ദി. നമുക്ക് ഒരു കോൾ കൂടെ കണക്റ്റഡ് ആണ്, നമുക്കത് കണക്ട് ചെയ്യാം. ഹലോ ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിക്കാൻ വന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഇത് സ്റ്റാൻഡേർഡ് ആണല്ലോ. സൈൻ ക്രിസ്ത്യൻ അത് പരിപാടിയാണ്. Is it possible to talk to Dr. Thomas? Yeah, I can connect you. Do you know other language like Malayalam or? Yes, I do. Okay, thank you. Hello, Dr. Anno. അതെ ആണല്ലോ, പറഞ്ഞോളൂ. നിങ്ങളുടെ ആരാണ്, പേരെന്താണ്? ഞാൻ ലില്ലിയാണ്, from Geelong. ഓക്കെ. പറഞ്ഞോളൂ. എന്താണ് ലില്ലി, നിങ്ങൾ ഡോക്ടറോട് ഞാൻ കണക്ട് ചെയ്യാം. നിങ്ങളുടെ പ്രശ്നം ഡോക്ടറോട് പറഞ്ഞു. Yes, thank you so much. Hello, Doctor, കേൾക്കുന്നു? കേൾക്കുന്നു, പറഞ്ഞു. Yes, Doctor, എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആണ്. So I've got Instagram, Facebook, I've got എല്ലാ ടൈപ്സും സോഷ്യൽ മീഡിയ എനിക്ക് അവൈലബിൾ ആണ്. And I've got followers as well. പക്ഷേ എനിക്കാണെങ്കിൽ ഇതിൽ സ്റ്റാറ്റസ് ഇട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദനയാണ് ഡോക്ടർ. എനിക്ക് എല്ലാ ദിവസവും രാവിലെ ഒക്കെ എഴുതിയിട്ട് 2-3 ദിനമൊക്കെ ഇട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു വെപ്രാളമാണ് മനസ്സിൽ. പക്ഷേ ഡോക്ടർ, ഇത് ഞാനൊരു എല്ലാ ദിവസവും ഞാൻ ഇതിടും. എനിക്കാണെങ്കിൽ എല്ലാവരും ഫോളോ ഒക്കെ ചെയ്യും, ലൈക്ക് കാണുകയൊക്കെ ചെയ്യും. പക്ഷെ എനിക്കത് ലൈക്ക് തരുന്നത് ഡോക്ടർ. എനിക്ക് കഴിഞ്ഞ ദിവസം ഇട്ട് എനിക്ക് 3 ലൈക്ക് കിട്ടിയുള്ളൂ. അതെൻ്റെ പപ്പയും മമ്മിയും ബ്രദറും ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായി പോയി ഡോക്ടർ. എനിക്കാണെങ്കിൽ തലയിലൊക്കെ ഇരുട്ട് കയറും. വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്? സഹോദരി എങ്ങനെയാണ് ഈ സ്റ്റാറ്റസ് ഇടുന്നത്? ട്രെയിൻ പോലെയാണോ അതോ കാർ പോലെയാണോ, എങ്ങനെയാണ്? ഡോക്ടർ, ഞാൻ ട്രെയിൻ പോലെ തന്നെ ഇടുന്നത്. എനിക്ക് എല്ലാ സാധനവും എനിക്കല്ല. രാവിലെ മുതൽ ഗുഡ് മോർണിംഗ് ഇട്ട് തുടങ്ങും, പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിച്ചേ തുടങ്ങും, പിന്നെ എൻ്റെ ലഞ്ച്, പിന്നെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ, എല്ലാം ഞാൻ എൻജോയിങ് വിത്ത് ദ ബെസ്റ്റ് ബഡീസ്. ഓക്കേ, പറഞ്ഞോ. സോ അപ്പം എനിക്കാണെങ്കിൽ പക്ഷെ ഇത് ഇട്ടില്ല എങ്കിൽ എനിക്ക് ഭയങ്കര ആൻസൈറ്റി ആണ് ഡോക്ടർ. ഓക്കെ, സഹോദരി ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മൾ ഒരു സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ നമ്മൾ വിചാരിക്കും നാട്ടുകാർ മൊത്തം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു, അവർക്ക് വേറെ പണിയുണ്ട്. നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലാതെ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്റ്റാറ്റസും കാര്യങ്ങളും കാണുന്നത് നമ്മളാണ്, നാട്ടുകാരല്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ ഇതിന് മെയിനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിന്റെ വചനം എൻ്റെ കാലിന് ദൈവവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്ന ഒരു മരുന്നുണ്ട്. അതെങ്ങനെ ശരിയാവും? ബൈബിളിനെയൊക്കെ ചെറിയ അക്ഷരമാണല്ലോ ഫേസ്ബുക്കിലൊക്കെ, അപ്പൊ അതെങ്ങനെ കാണുന്നത്? ഇതിനൊരൊറ്റ വഴിയേ ഉള്ളൂ സഹോദരി. നിങ്ങളുടെ അടുത്ത് നല്ല പാറയുണ്ട്, അതിനകത്തോട്ട് ഒറ്റ ഏറെ കൊടുക്കണം. പിന്നെ ഒരു 3 ദിവസം ഉപവാസം എടുത്തേണ്ടി ഇതങ്ങ് ശരിയാവും. ഓക്കെ, നല്ല കൂടുതൽ കണക്ട് ചെയ്യണം. താങ്ക് യു ലില്ലി സിസ്റ്റർ ഫ്രം ഷീലോങ്. ഓക്കെ ഡോക്ടർ, നമുക്ക് വരുന്ന കോളിലെല്ലാം ഭയങ്കര റിസ്കി അസുഖങ്ങളാണല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു റിസ്ക് എടുക്കുന്നവരാണ് ഈ ലോകത്തിൽ ജയിക്കുന്നത്. അല്ലല്ല, റിസ്ക് എടുത്ത് ചത്ത ഒത്തിരി പേര് എനിക്കറിയാം. അങ്ങനെ സാധ്യതയില്ല. ഓക്കെ, നമുക്ക് ഒരു കോളും കൂടെ നമുക്ക് ഈ സമയത്തിനുള്ളിൽ നമുക്ക് ഒരു കോളും കൂടെ കണക്ട് ചെയ്യാൻ പറ്റും ഡോക്ടർ? സമയമുണ്ടല്ലോ. ഹലോ, ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിക്കാവുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആരാണിത്? ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോ. സയം ടിവിയുടെ ഡോക്ടറിനോട് ചോദിക്കാവുന്ന പ്രോഗ്രാമാണോ? അതെ, ഇതിന്റെ പേരെന്താണ്? എന്റെ പേര് അന്നാമ എന്നാണ്. ഡോക്ടറുണ്ട്. ഓക്കെ, അന്നമ സിസ്റ്റർ എവിടെ നിന്ന് വരുന്നു? ഞാൻ പെർത്തിന്ന് വിളിക്കുവാണ്. ഓക്കെ. തോമാച്ചൻ ഡോക്ടറുടെ കയ്യിൽ കൊടുക്കാവോ? ഞാൻ കണക്ട് ചെയ്യാം. ഓക്കെ, സംസാരിച്ചോളൂ. ഹലോ ഡോക്ടറെ. പറഞ്ഞോളൂ. ആരാ വിളിക്കുന്നത്? ഓക്കെ ഡോക്ടറെ, എന്റെ പേര് അന്നാമ എന്നാണ്. അതാണോ പ്രശ്നം? അല്ല, അതല്ല പ്രശ്നം. പിന്നെ എന്റെ പേര്, ഞാൻ പെർത്തിന്ന് വിളിക്കുകയാണ്. ഓക്കെ, എന്റെ പ്രശ്നം, എനിക്ക് 2-3 പ്രശ്നമുണ്ട് ഡോക്ടറെ. ഞാൻ വളരെ പ്രതിസന്ധി
കൂടിയാണ് ഈ ദിവസങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ഡോക്ടർ ഇന്ന് അതിന് എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരണം. തീർച്ചയായും. പല ഡോക്ടർമാരെ കണ്ടു, പക്ഷെ അവർക്കൊന്നും ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ ഡോക്ടറെ, പറഞ്ഞോളൂ, എൻ്റെ എന്താണ് ഒന്നാമത്തെ പ്രശ്നം? പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡോക്ടറെ, സൺഡേയിൽ ആരാധനയുടെ സമയത്ത് എനിക്കാണെങ്കിൽ ഭയങ്കര പാസ്റ്റിന് സാക്ഷ്യം പറയാൻ പറയുമ്പോൾ എനിക്കാണെങ്കിൽ അവിടെ ഒരു ഇരിപ്പ് ഉറക്കത്തില്ല. എനിക്ക് സാക്ഷ്യം പറഞ്ഞേ പറ്റത്തുള്ളൂ. ഓക്കെ, അത് നല്ല കാര്യമല്ലേ? അല്ല പാസ്റ്ററെ, ചില പാസ്റ്റർമാര് ഗസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പറയും നിങ്ങൾ ചുരുക്കമായിട്ടൊക്കെ പറയണം, പിന്നെ നമുക്ക് സമയം കിട്ടാറില്ല. അപ്പൊ നമുക്ക് ഒരു വെപ്രാളമാണ് അത് പറയാതിരിക്കുന്നത്, പിന്നെ അത് നീണ്ടു പോകും ചില സമയത്തുള്ള. ഓക്കെ, ഈ സ്പെഷ്യലായിട്ട് ഈ ഗസ്റ്റ് ഒക്കെ ഉള്ള സമയത്ത് രണ്ടുപേരും പാട്ടൊക്കെ പാടാൻ തോന്നും. തീർച്ചയായിട്ടും എനിക്ക് പാടാൻ തോന്നും. സമയം തീരെ ഇല്ല എന്ന് പറഞ്ഞാൽ സമയം തികയാറുമില്ല പാസ്റ്ററെ. എന്ത് ചെയ്യാം, അതെനിക്കൊരു വിഷമമാണ് പാസ്റ്ററെ. ഓക്കെ ഓക്കെ, എന്നിട്ട് പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് സൗകര്യം പറഞ്ഞാൽ നമ്മൾ കോളില്ലല്ലേ? അതെ ഞാൻ അറിയാതെ സ്വന്തം പറഞ്ഞു പോവാണ്. ഓ ഓക്കെ ഓക്കെ, പറഞ്ഞു. എൻ്റെ രണ്ടാമത്തെ പ്രശ്നം ഡോക്ടറെ, എനിക്കൊരു പാസ്റ്റർ ഇവിടെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ ആ പ്രാർത്ഥിക്കുന്നെങ്കിൽ എൻ്റെ പ്രാർത്ഥന എന്നെ നീണ്ടു പോവുക. അതെനിക്കൊരു പ്രശ്നമായിട്ട് തോന്നുക. കാരണം ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥന നീണ്ടു പോകുമ്പോൾ പാസ്റ്റർ അവിടെ നിന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ഒക്കെ പറയാം. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിർത്താനുള്ള സമയമായെന്ന്. അതെനിക്ക് എന്നെ കുത്തുവാണോ എന്ന് എനിക്കൊരു തോന്നല്. സഭയിൽ അതിന് കമ്മിറ്റി വല്ലതും കൂടിയിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് അതിന് കമ്മിറ്റി കൂടാറുണ്ട്. ഇനി അതിനെക്കുറിച്ച് വല്ല ചർച്ചയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ ശ്രദ്ധിക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? അതെ, ശ്രദ്ധിക്കണമെന്ന് പറയാം. എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ അറിവില്ല ഡോക്ടറെ. ഓക്കെ, സഹോദരി, ഈ സഭായോഗത്തിന്റെ അനുഗ്രഹം സഹോദരി ഞാൻ പറഞ്ഞോട്ടെ, സമ്മതിക്കുമോ? പറഞ്ഞു. ആ, ഈ സഭായോഗത്തിന്റെ അനുഗ്രഹത്തിന് മാത്രം പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പഞ്ചായത്ത് ഗ്രൗണ്ട് കഴിഞ്ഞ് പോയി നാട്ടിൽ പോയി അവിടുന്ന് തിരിച്ചു വരാനല്ല. സഭായോഗത്തിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന മീറ്റിങ്ങിന്റെ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനാണ്. ഓക്കെ, അത് സഹോദരി മനസ്സിലാക്കണം. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കുന്നതാകണം, അല്ലാതെ കുളവാക്കുന്നതാകരുത്. മനസ്സിലായോ? സാരമില്ല, ഇതിന്റെ പരിഹാരമുണ്ട്. ഇതിന് സഹോദരി ഞാൻ ഒന്ന് പറയട്ടെ, ഈ സ്വോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ പറയാൻ പറ്റത്തില്ല. ഈ അസുഖത്തിന്റെ പേര് സാക്ഷ്യമാനി എന്ന അല്ലെങ്കിൽ പ്രബോധനമായി എന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. വചനം വന്ന മായമില്ലാത്ത പാൽ കുടിക്കുക 5 നേരം, അതാണ് ഇതിന്റെ മെയിനായിട്ടുള്ള ഇത്. അത് ചെയ്യാൻ റെഡിയാണോ? ഉറപ്പല്ലേ? വളരെ നന്ദിയുണ്ട് ഡോക്ടറിനോട് സംസാരിക്കാൻ കിട്ടിയ അവസരത്തിനായി. താങ്ക് യു. രണ്ടുപേരും പാട്ട് പാടിയിട്ട് നമുക്ക് വെച്ചാലോ? ഇപ്പോഴോ? എല്ലാം ഇങ്ങനെയുള്ള കോളാണ്. എന്തൊക്കെ അസുഖങ്ങളാണ് ഡോക്ടർ? ഇവരെയൊക്കെ മാനേജ് ചെയ്യുന്ന ദേവദാസന്മാരെ സമ്മതിക്കണം. തീർച്ചയായിട്ടും. ഡോക്ടർ, നമുക്ക് സമയം ഒത്തിരി അതിക്രമിച്ചു പോയി. അടുത്ത പരിപാടിയായിട്ട് ഒരു വിശ്വാസവാണി വാർത്തകളായി ഫാദർ ജിബിൻ ചെറുതോട്ടത്തിൽ വെയിറ്റ് ചെയ്യുക. അതെ അതെ, ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പ്രോഗ്രാം ഓൾമോസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് എനിക്കൊരു കുറച്ച് കാര്യങ്ങളുണ്ട് ഡോക്ടർ. എന്നെ ഒന്ന് മീൻസ് എനിക്കൊരു സന്തോഷമില്ല ഡോക്ടർ. ഞാൻ ഗൾഫിലായിരുന്നു. ഇപ്പം ഒരു ദേവദാസൻ എന്നോട് പറഞ്ഞു മഞ്ഞു പെയ്യുന്ന നാട്ടിൽ നിന്നെ അയക്കുമെന്ന് പറഞ്ഞു. ഇതുവരെ അത് നടന്നിട്ടില്ല. ഇപ്പം കാശ്മീർ മഞ്ഞു പെയ്യുന്നില്ല, അത് അങ്ങനെ പറ്റത്തില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ കാണാല്ലേ? പുള്ളി അങ്ങനെ പറഞ്ഞില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? മഞ്ഞ് പെയ്യുന്നു, കാശ്മീരിൽ മഞ്ഞ് പെയ്യും, അങ്ങോട്ട് പോയാൽ പോരെ? എങ്ങോട്ട് അയക്കുന്നു? ആ, ഇനിയിപ്പോ ഡോക്ടറിന്റെ എന്തോ ഇനി അടുത്ത പരിപാടി ഉണ്ടോ? ഇനി എന്റെ ഇവിടുന്ന് ഞാൻ UK പോകാനുള്ള പരിപാടികൾ ചെയ്തു. ഇവിടെ ഒരു തൃപ്തിയില്ലേ ഡോക്ടറെ UK പോവാൻ? ഞാൻ UK പോകാം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം വൈദ്യനല്ല, ക്രിസ്തുവാണ്. ഇതിലൂടെ നമുക്ക് ഡോക്ടറിന് അല്ല, നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റുന്ന എല്ലാത്തിനും ഉത്തരം നമ്മുടെ ക്രിസ്തുവാണെന്നുള്ളതാണ് ഈ നമ്മുടെ ഇതിൽ നിന്ന് മെസ്സേജ് നമുക്ക് നൽകുന്നത്. താങ്ക് യു.